ലഹരി 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 എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ലഹരിയാണ്. പണത്തിനു കഴുകന്റെ ചിറക് വിരച്ച് ആർത്തിയോടെ പറന്നു 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 ലഹരിയിൽ അർമാദിച്ച് ആ പണം എന്റെ പോക്കറ്റിലേക്ക് ഒഴുകി ഒഴുകി ഒഴുകി. വരൂ, എല്ലാവർക്കും ഈ ലഹരിത്താവളത്തിലേക്ക് സ്വാഗതം. പ്രായഭേദമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവർക്കും സ്വാഗതം. കഞ്ചാവ് മുതൽ ശിരകളെ ഭ്രമിപ്പിക്കുന്ന രാസലഹരി വരെ ഇവിടെ സുലഭമാണ്. വരൂ, നമുക്കിവിടെ ഉന്മാദിക്കാം, ആഘോഷിക്കാം. ബലരാമേട്ടാ, ഒന്ന് രണ്ട് കണ്ടം വെള്ളരി നട്ടിട്ടുണ്ട്. വെള്ളരി പൂത്ത് മുടിയിട്ട് നിൽക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ച കണ്ടാൽ കണ്ണുവെക്കാത്തവരും ചിലപ്പോൾ കണ്ണുവെച്ചു. കണ്ണീര് തട്ടാതിരിക്കാനാ ഈ കോരം വെക്കുന്നത്. പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. ഇത് ഞാൻ അപ്പുറത്തിരുന്ന് വരയ്ക്കാൻ തിരിഞ്ഞത്. അപ്പോഴേക്കും ദേവു, എന്റെ ഭാര്യ, അവള് വന്ന് ഇങ്ങനെ വരയ്ക്കൂ അങ്ങനെ വരയ്ക്കൂ എന്ന് അഭിപ്രായം തുടങ്ങും. ഈ ചിത്രം വരയ്ക്കാൻ നല്ല ഏകാഗ്രത വേണം. ഞാൻ ഇതിവിടെ എങ്ങാനും ഇരുന്ന് ഒന്ന് വരക്കട്ടെ. ബലരാമേട്ടാ, ഓ ദേവു, ഞാൻ ഇവിടെയുണ്ട്. നാട്ടുകാരെല്ലാരും എന്നെ രാമേട്ട രാമേട്ട എന്ന് വിളിക്കും. എന്നാൽ എന്റെ ദേവുവിന്റെ ബലരാമേട്ട എന്നുള്ള നീട്ടി വിളിയുണ്ടല്ലോ, അത് കേൾക്കാൻ തന്നെ നല്ല സുഖ. ദേവു, നീ അത് അപ്പുറം കാലം കൊണ്ട് വെക്ക്. ഞാനിതൊന്ന് വരച്ച് പൂർത്തീകരിക്കട്ടെ. ഇന്നെന്നെ കണ്ടത്തിൽ വെക്കാനുള്ളതാ. എന്തിനായിട്ടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് പോയിട്ട് കണ്ടത്തിന്റെ നടുവിൽ ഇങ്ങനെ അങ്ങ് നിന്നാ പോരെ? ഇങ്ങനെ. അത് ശരി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് നീ വെറുതെ നിന്നാൽ മതി. ഇതാ ഇങ്ങനെ 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 ഇങ്ങനെ. എന്റെ ബലരാമേട്ടൻ പാരമ്പര്യമായിട്ട് വലിയ കർഷകനാണ്. പക്ഷെ ഇപ്പൊ കണ്ടത്തിലിറങ്ങി പണിയെടുക്കാൻ ബംഗാളികളും ബീഹാറികളും തന്നെ വേണം. സർക്കാരിന്റെ കർഷക ശ്രീ അവാർഡ് 2 തവണ നേടിയതാ ഞാൻ. അത് നീ മറക്കണ്ട.
ഞാൻ അല്പം പാരമ്പര്യം കളിക്കട്ടെ. കൃഷി ചെയ്തതെല്ലാം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിറ്റ് കടം കയറിയ കാര്യം നിങ്ങൾ മറക്കണ്ട. ഞാൻ അന്നേ പറഞ്ഞതാ കവലയിലെങ്ങാനും ഒരു കട തുടങ്ങാമെന്ന്. കേൾക്കണ്ടേ ഈ പാരമ്പര്യ കർഷകൻ? ദേവു, നിനക്കറിയോ നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണ് അത് പെട്ടെന്നൊന്നും അങ്ങനെ വിൽക്കാൻ പറ്റില്ല. അത് കാത്തു സൂക്ഷിക്കേണ്ടത് മൂത്ത മകനായ എന്റെ കടമ കൂടിയല്ലേ. മൂത്ത മകനാണെന്ന് പറയുമ്പോൾ തോന്നും താഴെ കുറെ അനുജനും അനുജത്തിമാരൊക്കെ ഉണ്ടെന്ന്. ആരുമില്ല കേട്ടോ, ഒറ്റയാൻ. ദേവു, നിനക്കറിയോ ഒറ്റയാൻ ശക്തനായിരിക്കും. പിന്നെ നമ്മൾക്കും ഒരു മകനല്ലേ ഉള്ളൂ, നമ്മുടെ ഉണ്ണിമുത്ത്. അവന് വേണ്ടിയല്ലടി നമ്മളീ കഷ്ടപ്പെടുന്നത്. അവൻ എത്ര വളർന്നാലും നമ്മൾക്ക് അവനെ ഉണ്ണി തന്നെയല്ലേ, നമ്മുടെ പൊന്നാര ഉണ്ണിമുത്ത്. കളിക്കാൻ പോകാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും ഇവന് വേപ്രാണോ കാര്യം. ഇവളുടെ ലാളൻ അല്പം കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ലാളിക്കട്ടെ, ആണായിട്ടും പെണ്ണായിട്ടും നമുക്കൊന്നല്ലേ ഉള്ളൂ. അവനെ ലാളിച്ച് അവളുടെ കൊതി തീർക്കട്ടെ. എന്ത് പറ്റിയതിലേക്ക്? ഒന്നുമില്ല ബലരാമേട്ട, ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഇതാര്? നമ്മുടെ നാരായണ മാഷോ? എന്താ മാഷ ഇതിലൊക്കെ? ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ? ഓർമ്മയുണ്ടോന്നോ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ നമ്മുടെ നാടിന്റെ നട്ടലായ ഈ കർഷകനെ? ദേഹത്തെ കഴുക്കും വേർപ്പൊക്കെ വിട്ടു മാഷേ. അധ്വാനത്തിന്റെ വേർപ്പല്ലേടോ അധ്വാനി. കൈക്കരുത്തൊന്നും കുറഞ്ഞിട്ടില്ല മാഷേ. മാഷെ ഒന്ന് കാണാൻ പറ്റി എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ വിശേഷം. ദേവു, നിനക്ക് മാഷെ മനസ്സിലായോ? നമ്മളെ ഉണ്ണിയെ പഠിപ്പിച്ച മാഷല്ലേ? അതെ, നീ പഠിപ്പിച്ച മാഷ തന്നെയാ. ഒരു മാഷേ, അകത്തേക്ക് ഇരിക്കാം. ദേവു, മാഷെ കുടിക്കാൻ എന്തെങ്കിലും? ഞാൻ നല്ല സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരാം. അവനിപ്പോ കളിക്കാൻ പോയതേ ഉള്ളൂ മാഷേ. ഫുട്ബോളിനോടാ അവന് വല്ലാതൊരു കമ്പം. അവന്റെ പഠനമൊക്കെ ഗംഭീരമായി പോകുന്നുണ്ടല്ലോ അല്ലേ? 4ാം ക്ലാസ് വരെ ഞാൻ അവനെ പഠിച്ചിട്ടില്ലേ? ആ കൊല്ലം തന്നെയല്ലേ ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോയതും. മാഷക്ക് ഓർമ്മയുണ്ടോ? അതിഗംഭീരമായ യാത്രയപ്പായിരുന്നില്ലേ നമ്മൾ നാട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്? അത് പിന്നെ പറയാനുണ്ടോ ബലരാമ? അതിഗംഭീരം തന്നെയായിരുന്നു. ഞാനിന്ന് സ്കൂൾ വരെ പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഭാര്യ അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. മാഷേ, ഉണ്ണിക്ക് ഈ വർഷം ഡിഗ്രി കഴിയും. അവനെ മാഷെ പോലെ വലിയൊരു മാഷാക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ബലരാമ, നീ അവരെ പഠിപ്പിച്ച് കോളേജിലെ മാഷാക്കണം. നല്ല ബ്രൈറ്റുള്ള കുട്ടിയാവൻ. അവന് നല്ലതേ വരും. മാഷി പറഞ്ഞത് ശരിയാ. പക്ഷെ അവന്റെ സ്വഭാവത്തിൽ ഈ അടുത്ത കാലത്തായി എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നു മാഷെ. എനിക്ക് വല്ലാതെ പേടിയാകും. ഒന്നുമില്ല മാഷേ, അവൻ മുറിയടച്ചിരുന്ന് മൊബൈലിൽ എന്തോ പഠിക്കുന്നതാണ് ഇവൾക്ക് കുഴപ്പം. അവനെ ലാളിച്ച് വഷളാക്കുന്നത് ഈ ബലരാമേട്ടനാ. എന്നെ ഒന്ന് വഴക്ക് പറയാൻ പോലും വിടില്ല. അവന്റെ താളത്തിനകത്ത് എപ്പോഴും തുള്ളും. അവൻ ചെറിയ കുട്ടിയാണെന്നാണ് ഇപ്പോഴും വിചാരം. സംഭാരം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നല്ല രുചി. ബലരാമ, കുള്ളം പശുക്കൾ ഇപ്പോഴുണ്ടല്ലേ? 2 ഇപ്പോഴും കറക്കുന്നുണ്ട്.
ബലരാമ, മൂടി വെക്കാതെ തിളപ്പിച്ച കഷായവും ചൂരൽ പ്രയോഗമേൽക്കാത്ത കുട്ടികളും നന്നാകില്ല എന്നാണ് പഴമൊഴി. നമ്മുടെ ഉണ്ണിയുടെ പ്രായം, ഇപ്പോഴത്തെ സാമൂഹിക ചുറ്റുപാട്, ഇതൊക്കെ മനസ്സിലാക്കി അവൻ്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. ഇത് ഞാൻ എഴുതിയൊരു പുസ്തകമാണ്, അന്വേഷണാത്മകമായ ഒരു ലേഖന സമാഹാരം, ലഹരി തളച്ചിട്ട ജീവിതം. ഞങ്ങളെ കൊത്തിയാലും മുതലേ ചോരാ, നിങ്ങളെ കൊത്തിയാലും ചോരല്ലേ ചോരാ. അതാരാ തോറ്റം പാട്ട് പാടുന്നത്? അത് നമ്മളെ ചന്ദ്രപ്പണിക്കറാ, പഴയ നമ്മുടെ ഒരു സുഹൃത്ത്. ചന്ദ്രൻ കുറച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ടാ, പിന്നെ ഇവിടെയാ അവന്റെ തോറ്റവും തുള്ളയൊക്കെ. മനസ്സിലായി. അവൻ നല്ല പാട്ടുകാരനാ. ഇതിന്റെ ഒരു കോപ്പി നമ്മുടെ സ്കൂളിലും ഒന്ന് നമ്മുടെ വായനശാലയിലും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നിനക്ക് തരാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനെ ഇവിടെ വരെ വന്നത്. ചന്ദ്രു ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. 4 കാലിലാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കണം സുഹൃത്തിനെ. എനിക്ക് നിങ്ങളെ പഴമ്പുരാണെന്ന് കേട്ടിരിക്കാനാവില്ല. ഉണ്ണി എവിടെയാ? ഉണ്ണി കളിക്കാൻ പോയതാ, അവൻ വരാൻ ഇപ്പൊ വൈകും. രാമേട്ടാ, ഞാൻ പറയുന്നത് കേട്ട് വിഷമിക്കരുത് രാമേട്ടാ. ഉണ്ണി കളിക്കാനൊന്നുമില്ല പോയിനി, അവൻ ലഹരിത്താവളത്തിലേക്കാണ് പോയിനി. ലഹരിത്താവളത്തിലേക്ക് ഞാൻ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ രാമേട്ടാ. അവൻ പല പ്രാവശ്യം. ഞാൻ രാമേട്ടനോട് പറയാനാ ഞാൻ ഇന്ന് കുളിച്ചത് രാമേട്ടാ. മാഷേ, ആ തേജസ്സിനുടെ തീരത്തുള്ള നീനിവാ റിസോർട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ നമ്മുടെ മകൻ അവൾ സുഹൃത്തിന്റെ കൂടെയൊക്കെ വെറുതെ ഒന്ന് അവിടെ പോയതായിരിക്കും. അതിനാണ് ഇവൻ ഈ ലഹരി താവളം എന്നൊക്കെ പറയുന്നത്. രാമേട്ടാ, ചന്ദ്രൻ മദ്യം കുടിക്കാറുണ്ട്, എന്നാൽ മദ്യം ചന്ദ്രന് കുടിക്കാറില്ല രാമേട്ട. അത് ലഹരിത്താവളം തന്നെ, ലഹരിത്താവളം തന്നെ രാമേട്ട, ലഹരിത്താവളം. ചന്ദ്രു പറഞ്ഞത് ശരിയാണ്, അതൊരു തരം ലഹരിത്താവളം തന്നെയാണ്. ഞാൻ എന്റെ എഴുത്തിന്റെ ഭാഗമായി 1-2 തവണ എന്റെ സുഹൃത്തിനോടൊപ്പം അവിടെ പോയിട്ടുണ്ട്. ഭീകരമാണ് അവിടുത്തെ കാഴ്ചകൾ. പ്രായഭേദമില്ലാതെ ലഹരിയിൽ ആറാടുന്ന ആണും പെണ്ണും അവിടെ ചെന്നുപെട്ടാൽ രക്ഷയില്ല രാമേട്ടാ, രക്ഷയില്ല. മോനെ ഉണ്ണി, ചതി പറ്റിയോടാ നിനക്ക്? ലഹരി എന്ന കാണാക്കയത്തിൽ പെട്ടുപോയോ എന്റെ മകൻ? എന്റെ ദൈവങ്ങളെ, എന്റെ ഉണ്ണിയെ രക്ഷിക്കണ ദൈവങ്ങളെ. ബലരാമേട്ട, നമ്മുടെ മോൻ ഒന്ന് വേഗം പോയി നോക്കൂ. രാമേട്ട, രാമേട്ട, നമുക്ക് പോയിട്ട് നോക്കാം രാമേട്ട. ചന്ദ്രു, നമ്മൾ അങ്ങനെ പോയാൽ ശരിയാവില്ല. ഞങ്ങൾ സംഘടിച്ചു പോകണം. പോലീസിനെയും രാഷ്ട്രീയക്കാരെയും എല്ലാം പണപ്പെട്ടിയിലാക്കി അമ്മാനമാടുന്ന ഒരു ലഹരി മാഫിയ സംഘമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സംഘടിച്ച് തന്നെ നാട്ടുകാരെ കൂട്ടി അവിടെ പോകണം. ആ ലഹരി താവളം ഞങ്ങൾ തകർക്കണം. തകർക്കണം മാഷേ. ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ തകർന്നടിയാത്ത
ഒരു കോട്ടക്കൊത്തളങ്ങളും ഉണ്ടാവില്ലെന്നല്ലേ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്. എന്റെ നാട്ടുകാർ എന്നോടൊപ്പം ഉണ്ടാകും. എന്റെ മോഹനെ പോലെയുള്ള ഈ നാടിന്റെ മക്കളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ നാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ഉണ്ടാവില്ലേ എന്റെ കൂടെ? നിങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ കൂടെ? പറയൂ, പറയൂ. വേണ്ട വേണ്ട, നിയമം കയ്യിലെടുക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ എത്തി. സഹൃദയരെ, സൗഹൃദങ്ങളും സുഹൃത്തുക്കളും നല്ലൊരു സാമൂഹിക ജീവിതത്തിന് നമുക്കേറെ അത്യാവശ്യമാണ്. പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ആലോചിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പല യുവാക്കളും ലഹരിയിലേക്ക് വഴുതി വീഴുന്നത് സുഹൃത്ത് ബന്ധങ്ങളിലൂടെയാണ്. അവരുടെ സ്നേഹപൂർവ്വമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്ന് രുചിച്ചു നോക്കിയാലോ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാലോ ഒന്നും സംഭവിക്കില്ലെന്ന വിശ്വാസത്തിലാണ് പലരുടെയും ജീവിതം വഴിതെറ്റുന്നത്. ലഹരി ശരീരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, മനസ്സിനെയും ഭാവിയെയും കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നായി പറയുന്നു, വേണ്ട, നമ്മൾക്ക് ലഹരി. ജീവിതം തന്നെയാകട്ടെ ലഹരി.